ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാണുക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ്. മൻ റാനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. എന്നെ ഉറക്കിൽ കണ്ടവർ ഉണർവിൽ കാണും എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. ആ ഹദീസിനെയാണ് കഴിഞ്ഞ 2 ക്ലാസുകളിലായി വിശദീകരിക്കാൻ നാം ശ്രമിക്കുന്നത്. ഖൽബിലും കിനാവിലും കണ്ട നേതാവിനെ കണ്ണിലും ഉണർച്ചയിലും കാണാനുള്ള ശ്രമം നമുക്കുണ്ടാവണം എന്നാണ് അതിന്റെ താല്പര്യം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തോടുള്ള മഹബത്തായാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ സാധിക്കുകയുള്ളൂ. ഞാനൊരു മുഹിബാണ്, ആഷിഖാണ് എന്ന് പ്രൊഫൈലിലും നമ്മെ പരിചയപ്പെടുത്താൻ ഉതകുന്ന സംവിധാനങ്ങളിലും എല്ലാം കുറിച്ചിട്ടതുകൊണ്ട് നമ്മൾ മുഹിബോ ആഷിഖോ ആവില്ല. ഒരാൾ ആഷിഖുർ റസൂലും അല്ലെങ്കിൽ മുഹിബും ഒക്കെ ആവാൻ എത്രത്തോളം ത്യാഗങ്ങൾ സഹിക്കാനുണ്ട്, അവരുടെ ജീവിതം എത്രത്തോളം സംശുദ്ധമാവേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് നാം അങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് വിചാരിക്കുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ദാഹിച്ചവശനായി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരണപ്പെടുമെന്ന ഘട്ടത്തിലെത്തി. ചക്രശ്വാസം വലിക്കുന്ന നേരം, മരണം മുഖാമുഖം കാണുന്ന സമയം, ആ സമയത്ത് ആരോ കുറച്ച് തണുത്ത വെള്ളം ഒരു ഗ്ലാസ്സിലായി കൊണ്ടുവന്നാൽ ആ വെള്ളത്തിനോട് എനിക്ക് എത്രത്തോളം, എന്റെ ജീവന് പകരമായിട്ടുള്ള വെള്ളമാണല്ലോ, ആ വെള്ളത്തോട് എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനേക്കാൾ ഇഷ്ടമാണ് എന്റെ മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴേ ഒരാൾക്ക് ഈമാനിന്റെ കമാല് ആവുകയുള്ളൂ. അതാണല്ലോ ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ മഹബത്ത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു പോസ്റ്റാണ് ഇഷ്ക് എന്ന് പറയുന്നത്. അല്ലാതെ സ്റ്റേജുമ്മൽ നിന്ന് 2 പ്രസംഗം നടത്തിയാലോ 2 ഗാനം മദ്ഹ് ഗാനം പാടിയാലോ കിട്ടണ ഒരു സർട്ടിഫിക്കറ്റ് അല്ല ആഷിഖ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളാരും സ്വയം പരിചയപ്പെടുത്താൻ പാടില്ല. അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ആഷിഖ് എന്ന ഒരു വലിയ മർത്തബയെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സ്ഥാനം പോലെ വലിയൊരു സ്ഥാനാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ ആഷിഖാവുക? ആ സ്ഥാനത്തെ ചെറുതാക്കരുത്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അവര് വലിയ ഇഷ്കുള്ളവരാണ്, മഹബത്തുള്ളവരാണ്. അവര് പോലും അവരെ കുറിച്ച് അങ്ങനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു പാവം ആഷിഖത്താണ് എന്ന് ചില പെൺകുട്ടികൾ പറയും. ഞാനൊരു പാവം ആഷിഖാണ് എന്നൊക്കെ നമ്മൾ പലരും പരിചയപ്പെടുത്താറുണ്ട്. ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ്, അത് ആ ഒരു സ്ഥാനത്തെ ചെറുതാക്കി കാണലോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. നമുക്ക് മഹബത്ത് ഉണ്ടാവട്ടെ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്നതല്ലാതെ നമ്മളൊരു മുഹിബാണെന്നോ ആഷിഖാണെന്നോ പരിചയപ്പെടുത്താൻ മാത്രം നമുക്ക് ഇഷ്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഖൽബിൽ, സ്ഫുടം ചെയ്ത ഖൽബിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഖൽബ് കൊണ്ട് സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ള, അവര് ഉണർവിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും. അങ്ങനെ കാണൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഈ അധ്യായത്തിന്റെ അവസാന പാർട്ടാണ് ഇന്ന് വിശദീകരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ സാധ്യമല്ല. സാധ്യമായവരെ കുറിച്ച് കിതാബുകളിൽ കാണാം. മാ ഇൻദഹും ഫിൽ കൗനി ഇല്ലല്ലാഹ് വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധ്യമായവർക്ക് ലോകത്ത് റസൂലുള്ളയും അള്ളയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് എവിടെയും അള്ളാഹ്, എവിടെയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഹൃദയം മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്നർത്ഥം. ഏത് സമയത്തും മുത്തുനബി തങ്ങളെ മുമ്പിൽ അവര് കണ്ടിരുന്നു. മിസ്കീന്മാരായ നാം അപ്പോഴും ചോദിക്കും, ഹൽ യജൂസു അൻ യറൽ ഇൻസാനു അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ള, റസൂലുള്ളാഹിനെ ഉണർവിൽ കാണാൻ പറ്റുമോ? നമ്മളിപ്പോഴും ആ ചോദ്യത്തിലുണ്ടത്രേ. സ്വഹാബത്ത് കണ്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വീടിന്റെ മുകളിലെ മച്ചിന്റെ ഭാഗത്തെ ഒരു സാധനം നീക്കിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, അതശൂക യാ ഉസ്മാൻ, അവര് എല്ലാവരും കൂടി നിനക്ക് വെള്ളം തരാതെ നിന്നെ ദാഹിപ്പിച്ചു അല്ല മോനെ, എന്താ വേണ്ടത്? ഇന്ന്
നോമ്പ് നമ്മുടെ കൂടെ സ്വർഗത്തുനിന്ന് മുറിക്കുന്നോ അല്ലെ ഇവിടെ തന്നെ കുറെ കാലം ജീവിക്കുന്നോ? തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് നോമ്പ് മുറിച്ചോളാം. എങ്കിൽ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടല്ലോ തുടർച്ചയായ നോമ്പ് കാരണത്താൽ. അത്താഴത്തിനൊന്നും കഴിക്കാനില്ലാത്തണ്ടല്ലോ വിഷമല്ലേ, ഇതാ കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു വലിയ പാത്രത്തിൽ വെള്ളം തന്നു. ആ വെള്ളത്തിന്റെ നനവ് എന്റെ വായിലുണ്ട്, അതിന്റെ സുഖം എന്റെ വയറ്റിലുണ്ട്, അതിന്റെ ഒരു തണുപ്പ് എന്റെ ശരീരത്തിലുണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇത് ഉറക്കത്തിൽ കുടിച്ചാൽ ഇത് കിട്ടുമോ? എന്നപ്പോട്ടെ, വഹാബികൾ പറയുന്ന പോലെ ഇത് ഉറക്കത്തിലാണെങ്കിൽ അത്താഴം ഉറക്കത്തിൽ കഴിച്ചാൽ അത്താഴത്തിന് സുന്നത്ത് കിട്ടും? ഇല്ലല്ലോ. സ്വഹാബത്ത് കണ്ടു, എത്ര സ്വഹാബിമാര് കണ്ടു ഉണർവിൽ. സ്വഹാബത്തിന് ഈ കഴിവും മികവും ഉണ്ടാക്കി കൊടുത്തതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഒരു കല്ലിന്റെ ശബ്ദം കേട്ടപ്പോ സ്വഹാബത്തിനോട് തങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങൾ എന്തേലും കേട്ടോ? ഒരു ശബ്ദം, ഭയങ്കര ശബ്ദം കേട്ടു. എന്താണെന്നറിയാത്? ഇല്ല നബി, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫ. 70 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു കല്ലിട്ടതാ, ഇപ്പോഴാണ് താഴെ എത്തിയത്. ഈ നരകത്തിലുള്ള ശബ്ദം എങ്ങനെയാ മദീനത്തെ സ്വഹാബത്ത് കേട്ടത്? ഫബിബർക്കത്തി സുഹബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിബർക്കത്തി ആദാബിഹിം. അവരുടെ സുഹബത്ത്, അവരുടെ ഈമാന്, അവരുടെ അദബ്, അതുകൊണ്ട് അവരുടെ ഖൽബ് ക്ലിയറായി. അതുകൊണ്ട് തന്നെ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ. ആരിഫീങ്ങളുടെ ഖൽബിന് കണ്ണും കാതൊക്കെ ഉണ്ട്. അവർക്ക് തറാമാലാ യറന്നാദിറൂൻ. നമ്മൾ കാണാത്തത് അവർ കാണും, നമ്മൾ കേൾക്കാത്തത് അവർ കേൾക്കും. ആ ഒരു ദറജയിലേക്ക് അവരെത്തിയത് അവരുടെ ഖൽബിനെ അവർ ശുദ്ധിയാക്കി എന്നുള്ളതാണ്. ഹൃദയവും കണ്ണും ശുദ്ധിയാവലാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ഹൃദയം, കണ്ണ് ഇവ രണ്ടും ശുദ്ധിയായിരിക്കണം. ഇവ രണ്ടും ശുദ്ധിയായാൽ മാത്രമേ ഈ പറയുന്ന ഒരു ലോകത്തേക്ക് പറക്കാനും ചെന്നെത്താനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വപ്നം കാണുമോ, ഉണർവിൽ കാണുമോ? ആ ചോദ്യത്തുമ്പലായിരിക്കും. അവര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നത് ഖബറിൽ അനങ്ങാതെ കിടക്കുന്ന ഒരു ജയിലിലാറ്റ് അടക്കപ്പെട്ട പോലെ ഖബറിൽ ഇങ്ങനെ പൂട്ടിയിട്ട, അല്ലെങ്കിൽ ഖബറിൽ മഹ്ബൂസായ, ഖബറിൽ മാത്രം കിടക്കുന്ന ഒരു നേതാവായിട്ട് റസൂലുള്ളാഹിനെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് അത്ര ഒന്നും ഇൽമില്ല. അള്ളാഹു നമുക്ക് ഇൽമ നൽകുമാറാവട്ടെ. ഹൃദയവും കണ്ണും ശുദ്ധിയായാൽ കാണാൻ പറ്റാത്തത് എന്താ ഉള്ളത്? എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ എന്ന് പറഞ്ഞ മഹാന്റെ മാസത്തിലല്ലേ നമ്മൾ ഈ സംസാരം നടത്തുന്നത്. മഹാനായ അബൂ മഖ്റമ റളിയല്ലാഹു അൻഹു വകാന മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിലെ പ്രമുഖനാണ് മഹാനവറുകൾ. മഹാനവറുകൾ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറിയ സമയത്ത് അവിടെ ഫറഅൽ ഹൂറ ഉയാനൻ ഫീ ഖുബ്ബതിഹാ വഅലാ സരീരിഹാ, അവിടെയൊക്കെ ഹൂറുൽ ഈനെ അവർ കണ്ടു അത്ര. കണ്ട ഉടനെ സുന്ദരികളായ കരുണീമണികളെ അവർ കണ്ടപ്പോൾ മുഖം തിരിച്ചു. ഫലമ്മ റഅഹാ സ്വറഫ വജ്ഹഹു അൻഹാ, ആ പെണ്ണിനെ തൊട്ട് മുഖം തിരിച്ചു. ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഇലയ്യ യാ അബാ മഖ്റമ, അബൂ മഖ്റമ തങ്ങളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരി. ഫഇന്നി അന സൗജതുക, ഞാൻ നിങ്ങളുടെ ഭാര്യ. ഈ കാണുന്ന അടുത്ത പെണ്ണ് വഹാദിഹി സൗജത്തു ഫുലാനിൻ വഹാദിഹി സൗജത്തു ഫുലാൻ. ഇന്നാളൊക്കെ ഭാര്യമാരായി ഇവരൊക്കെ നാളെ ആഖിറത്തില് സ്വർഗത്തില്. അവരെല്ലാം ഈ വിഷയം അറിയിക്കാൻ വേണ്ടി അബൂ മഖ്റമ റളിയല്ലാഹു അൻഹു പടക്കളത്തിലെത്തുമ്പോഴേക്ക് അവരെല്ലാം ഷഹീദായിരുന്നു. മഹാനും പിന്നീട് ഷഹീദായതായി കാണാം. കണ്ടോ, അവരെ നേരെ കാണുകയാണ്. സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തസ്തരി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സ്വർഗത്തിലെ മുന്തിരിത്തോട്ടം ഇങ്ങനെ ഇറങ്ങി വരുന്നതായി കാണുകയാണ്. ശിഷ്യന്മാരെ ചോദിച്ചു, ഉസ്താദ് നിസ്കരിക്കുമ്പോ എന്തോ മുമ്പോട്ടേക്ക് പോണത് പോലെ തോന്നി, പിന്നെ പിന്നോട്ടേക്ക് തന്നെ വരുന്നത് പോലെ മനസ്സിലായി. എന്താ സംഭവം? അത് സ്വർഗത്തിലെ മുന്തിരിയെ കുറിച്ച് പറഞ്ഞപ്പോ സ്വർഗത്തിലെ മുന്തിരി എനിക്ക് മുമ്പിൽ അള്ളാഹ് കാണിച്ചു തന്നു. ഞാൻ കരുതി ഇപ്പം തിന്നാലോ, പിന്നെ വിചാരിച്ച എന്തായാലും പിന്നീട് കിട്ടണല്ലേ, അപ്പൊ പിന്നീടാവാന്ന്. യാ റബ്ബ്, അവരുടെ കണ്ണ് സൂപ്പർ കണ്ണ, അവരുടെ ഖൽബ് സ്ഫുടം ചെയ്ത ഖൽബാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് കാണാം, മഹബ്ബത്ത് മഹബ്ബത്താണെങ്കിൽ, അദബ് അദബാണെങ്കിൽ, മഹബ്ബത്തുൻ വ അദബുൻ വുസൂലും ബിലാ തഅബ്ബുന, മഹാന്മാരുടെ വാക്ക്. അധ്വാനമില്ലാതെ അള്ളാഹിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും എത്തണമെങ്കിൽ മഹബ്ബത്തും ഉണ്ടാവണം, അദബും ഉണ്ടാവണം. അദബ് എന്ന് പറഞ്ഞ ഹൃദയത്തിലാട്ടോ. ശരിക്കും ഒരു ഉസ്താദിനെ കാണുമ്പോ അവിടുന്ന് മാത്രം ഉണ്ടാവുന്ന നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നോട്ടേക്ക് ഇരിക്കുക, ഉസ്താദ് കട്ടുമ്മൽ ഇരിക്കുമ്പോൾ നിലത്ത് പോയിട്ടിരിക്കുക എന്നത് അതിന്റെ അടയാളമാണ്, ശരിയാണ്. പക്ഷെ അത് ഹൃദയത്തിൽ നിന്നാവണം. അല്ലാതെ അതേ മുദരിസായ ഉസ്താദ് മുത്തലിമീങ്ങൾക്ക് പെട്ടെന്ന് അർജന്റ് വൈകുന്നേരം ക്ലാസ് എടുക്കാം, നാളെ ഉസ്താദിന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവുക, എന്നിട്ട് റൂമെന്ന് ഉസ്താദിനോട് ഭയങ്കര ബഹുമാനം കാണിക്കുക, അതവല്ല. ആ അതുകൊണ്ട് കാര്യമില്ല. അത് ബാഹ്യചേഷ്ടകൾ, എക്സിബിഷനിസം മാത്രമാണ്, അത് പോരാ. ഇങ്ങനെ നമ്മുടെ ഖൽബിൽ
മഹബത്തും അദബും ഉണ്ടെങ്കിൽ നമ്മുടെ കൽബ് ശുദ്ധീകരിക്കപ്പെടും. സ്ഫുടം ചെയ്ത കൽബായാൽ, ക്ലിയറായ കണ്ണാടിയായാൽ കാണാൻ അവർക്ക് പലതും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ അവർക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നേരെ മറിച്ചാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദാ കാന ഇൻദക നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ബൂസൻ മഹ്സൂറൻ ഫീ ഖബരിഹി, നിന്റെ റസൂലുള്ളാഹ് ഖബറിലും അല്ലെങ്കിൽ അവിടുത്തെ ബർസഖിയായ ലോകത്ത് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ അവിടെ മാത്രം അങ്ങോട്ട് കിടക്കുന്ന ഒരു നബിയാണെങ്കിൽ ഫകൈഫ തറാഹു മനാമൻ, നിനക്ക് സ്വപ്നത്തിൽ എങ്ങനെയാ കാണാൻ പറ്റുക? എന്നിട്ടല്ലേ യഖള, ഉണർവിൽ കാണുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 5 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്. 5 കാര്യങ്ങൾ. ഇപ്പോൾ അതിലേക്ക് പോവല്ല. ഞാൻ ഇതെന്തിനാ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പലരുടെയും വിചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവലോടുകൂടി മദീനത്തെ മുറ്റത്ത് അവിടെ കിടക്കുന്നു അല്ല. അത് താൽക്കാലികമായ ഒരു വീട് മാറ്റം, ഒരു താമസം മാറ്റം, അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മഹാന്മാർക്ക് വഫാത്തോടുകൂടിയാണ് കഴിവ് വർദ്ധിക്കുന്നത്. ഒരു വാള്, ഒരു സോഡ് ഉണ്ടല്ലോ, വാൾ, ഈ വാള് ഉറയിൽ ഉണ്ടാവുന്നതിനേക്കാൾ മൂർച്ചയും ശക്തിയും എല്ലാം ഉണ്ടാവുന്നത്, അഥവാ ശക്തി പ്രകടമാവുന്നത് പുറത്തേക്ക് വന്നാലല്ലേ? ആണല്ലോ. ഉറയിലുണ്ടായ വാളിന് കഴിവും മികവൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് വരുമ്പോഴല്ലേ അതിന്റെ ശക്തി നമുക്ക് പ്രകടമാവുന്നത്. ഇതുപോലെ റൂഹ് അവിടുന്ന് ശരീരത്തിൽ നിന്ന് പോയി ബാഹ്യമായ കാര്യങ്ങളും ഭൗതിക സംവിധാനങ്ങളോടുള്ള ഇടപെടലെല്ലാം മാറി ബർസഖിയായ ലോകത്തേക്ക് പോകുമ്പോഴാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾക്ക് കഴിവ് വർദ്ധിക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിയാതെ പോകരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി, 5 കാര്യങ്ങൾ ഫതാവൽ കുബ്ര കിതാബുൽ ജനായിസിൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് ഹുളൂറു സ്വാലിഹിൽ മയ്യിത്തീന, നല്ല ആള് മരിച്ച അവിടെ വരും. ഒന്നുകിൽ അയാളുടെ മരണ സംസ്കരണ പരിപാടി ജനാസ, അല്ലെങ്കിൽ അയാളുടെ മയ്യത്ത് സംസ്കാരത്തിന് വേണ്ടി വരും. യാ അല്ലാഹ്, എത്ര നൂറുകണക്കിന് സംഭവങ്ങൾ കാണാം. അല്ലെങ്കിൽ അയാളെ ഖബറടക്കുന്ന നേരത്ത് വരും. എത്ര സംഭവങ്ങളുണ്ട്. മഹാനായ മുആവിയത്തുബ്നു മുആവിയത്തുൽ ലൈസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ എന്ന പേരിൽ തന്നെ ധാരാളം സ്വഹാബിമാരുണ്ട്. സാധാരണ പറയാറുള്ള മുആവിയത്തുബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അല്ല ഇവിടുത്തെ ചരിത്രത്തിലെ മഹാൻ. ഈ മുആവിയത്തുബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിൽ വഫാത്തായി. അന്നേരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് തബൂക്കിലാണ്. തബൂക്കിലുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ തങ്ങളൊന്ന് മദീനയിലേക്ക് വരണം. എന്താ കാര്യം? അല്ല ജിബ്രീലെ, ഇന്നെന്താ സൂര്യപ്രകാശത്തിനൊന്നും വല്ലാതെ വെളിച്ചമില്ലാത്തതുപോലെ മങ്ങലേറ്റിട്ടുണ്ടല്ലോ. അത് 70,000 മലക്കുകൾ ഇറങ്ങി വന്നതുകൊണ്ട് ആ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് ഈ മലക്കുകളുടെ ചിറകിന് തട്ടിയതുകൊണ്ട് വല്ലാതെ ഭൂമിയിലേക്ക് എത്താത്തതുകൊണ്ട്. എന്താ 70,000 മലക്കുകളൊക്കെ ഇറങ്ങാൻ മാത്രം വിശേഷം? തങ്ങളുടെ സ്വഹാബാക്കളിൽ പ്രധാനിയായ മുആവിയത്തുബ്നു മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. അവരുടെ ജനാസ കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ ജനാസ കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടി തങ്ങളും കൂടി വരണം എന്നതാണ് എന്റെ ഒരു ആവശ്യം. അതിനാണ് ഞാൻ തങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നത്. മദീനയിൽ നിന്ന് നല്ല ദൂരമുള്ള നാടാണല്ലോ തബൂക്ക്. സാധാരണ മദീന സിയാറത്തിന് പോയാല് ബദറും ഉഹദും ഖന്തക്കൊക്കെ പോകും. തബൂക്കിൽ സാധാരണ പോവാറില്ലല്ലോ. നല്ല ദൂരം ഉണ്ടെന്ന് അർത്ഥം. തബൂക്ക് യുദ്ധം നമുക്കറിയാലോ. ആ തബൂക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ പെട്ടെന്ന് മദീനയിലേക്ക് എത്തിക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉദ്ദേശം. എന്തിന്? തങ്ങളൊന്ന് അവിടുന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വരണം. 1 മണിക്കൂർ കൊണ്ട് 7 ആകാശം കടന്ന റസൂലുള്ളാഹിക്ക് ഇസ്രായിന്റെ രാത്രി അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ മുത്തുനബിക്ക് എന്ത് തബൂക്ക് മദീന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടെത്തിച്ചു, മയ്യത്ത് നിസ്കാരത്തിന് അവിടുന്ന് പങ്കെടുപ്പിച്ചു. എന്താ ജിബ്രീലെ 70,000 മലക്കുകളുടെ വരവും അവരുടെ ആഗമനവും എന്റെ ഒരു മയ്യത്ത് നിസ്കാരവും ഇങ്ങനെ വലിയ ഫളല് കിട്ടാൻ മുആവിയയുടെ പ്രത്യേകത എന്താ? കാന യഖറഉ സൂറത്തുൽ ഇഖ്ലാസ് ഖായിമൻ വ ഖായിദാ. നബിയെ, ഈ സ്വഹാബി സൂറത്തുൽ ഇഖ്ലാസ് ഇരുത്തത്തിലും നൃത്തത്തിലും കിടത്തത്തിലൊക്കെ ഓതുന്ന ആളാ. ഈ സ്വഹാബി എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നയാളാണ്. കാന യഖറഉ സൂറത്തുൽ ഇഖ്ലാസ് ഖായിമൻ വ ഖായിദാ, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇഖ്ലാസ് സൂറത്തിനെ സ്നേഹിക്കുകയും ഇഷ്ടം വെക്കുകയും പാരായണം ചെയ്യുന്ന ആളാണ്. അദ്ദുറുൽ മൻസൂറിൽ ഹാഫിള് സുയൂത്തി റഹ്മഹുള്ള രേഖപ്പെടുത്തുന്ന സംഭവം വിശദമായി ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ അതിന് വലിയ ഫളലുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഓതേണ്ട ചില സന്ദർഭങ്ങളെ സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കാം. ഒന്ന്, മഗ്‌രിബിന് ശേഷം 11 തവണ,
11 തവണ മഗ്രിബിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ വലിയൊരു പട്ടണം കിട്ടും എന്ന് കാണാം. രണ്ടാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹിന് ശേഷം ഓതൽ പ്രത്യേകം നല്ല. സുബ്ഹിന് ശേഷം എപ്പോഴും 11 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ പിശാചിന്റെ ശർറുണ്ടാവില്ല. പിശാചി ഇവനെ എത്ര തെറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ തെറ്റിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു ജീവിതം കൈവരിക്കുന്നവനാവും. തഫ്സീർ സമർക്കന്ദിയിലും റൂഹുൽ ബയാനിലൊക്കെ കാണാം. പലരും നല്ല സദസ്സിൽ പങ്കെടുത്തിട്ട് നന്നാവണം എന്ന് പൂതി വെക്കും. ദുആ ചെയ്യുമ്പോൾ നന്നായി പൊട്ടിക്കരഞ്ഞ ആമീൻ പറയും. വയല് കേൾക്കുമ്പോൾ ഇനി നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും തെറ്റിലേക്ക് പോകും. അങ്ങനെ തെറ്റില്ലാത്തൊരു ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു വഴിയാണ് സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹിന് ശേഷം പാരായണം ചെയ്യുക എന്നുള്ളത്. അതുപോലെ സുബ്ഹിന്റെയും സുബ്ഹിന്റെ സുന്നത്തിന്റെ ഇടയിൽ 11 ഇഖ്ലാസ് കൂടി ഓതൽ നല്ലതാണ്. ഇങ്ങനെ ഒരു 33 ഇഖ്ലാസ് സൂറത്ത് ഡെയിലി ഓതിയാൽ തന്നെ സുബ്ഹാനല്ലാഹ് 11 ഖത്മ് തീർത്ത കൂലിയിട്ടില്ലേ? 11 × 3 33. 11 ഖത്മ് തീർത്ത പ്രതിഫലം ഒറ്റയടിക്ക് കിട്ടുന്നു. മാത്രല്ല സൂറത്തുൽ ഇഖ്ലാസിന് ഒരു പേരുണ്ട്, സൂറത്തുൽ വിലായ. സൂറത്തുൽ വിലായ എന്ന സൂറത്തുൽ ഇഖ്ലാസിന് പേര് വരാനുള്ള കാരണം ഇഖ്ലാസ് സൂറത്ത് കൂടുതൽ ഓതുന്നയാൾക്ക് അള്ളാഹുവിന്റെ വലിയന്റെ പട്ടം കിട്ടും എന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ അയാൾ പെടും എന്നാണ് ആ പറയുന്നതിന്റെ താല്പര്യം. ഇങ്ങനെ ഇഖ്ലാസ് സൂറത്ത് കൂടുതൽ ഓതുന്നവരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാരായണം ചെയ്യുന്നവർ മരണപ്പെട്ടാൽ തങ്ങളുടെ ഒരു പരിഗണന അവർക്ക് ലഭിക്കും. ഹുളൂറു സ്വാലിഹിൽ മയ്യത്തി, നല്ല ആള് മരണപ്പെട്ടാൽ അവിടെ വരും. ഇതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരുടെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. അവരുടെ മരണസമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ജീവിതത്തിൽ ചെയ്ത അബദ്ധങ്ങളുടെ കാരണത്താൽ മരണസമയത്ത് കോലം മാറിയതും മരണം മോശമായതും വേവലാതികൾ ഉണ്ടായതും പ്രയാസമുണ്ടായതുമായ ഒരുപാട് സംഭവങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചെന്ന് അവരെ രക്ഷപ്പെടുത്തിയത് കിതാബുകളിൽ കാണാം. എന്താണ് കാരണമെന്ന് പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ സ്വപ്നം കണ്ട മഹാന്മാരോ ചോദിച്ചപ്പോൾ അയാൾ കൂടുതൽ സ്വലാത്തു ചൊല്ലുന്നവരായിരുന്നു, അതുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബി തങ്ങൾ മറുപടി പറഞ്ഞത്. അതിലേറ്റവും പ്രധാനമാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ഡെയിലി 10 തവണയും വെള്ളിയാഴ്ച 100 തവണയും ചൊല്ലാൻ നമ്മുടെ മശായിഖുമാർ ഇജാസത്ത് തരാറുണ്ട്. അവരുടെ ഇജാസത്ത് പ്രകാരം ചൊല്ലിയാൽ അതിന് അസർ പ്രതിഫലം, അതിന്റെ റിസൾട്ട് വലുതായിരിക്കും. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറ വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ഈ ഉമ്മത്തിന് ധാരാളം സദസ്സുകളിൽ തന്നിട്ടുണ്ട്. തിരൂരങ്ങാടി വാപ്പു ഉസ്താദിന്റെ അടുത്ത് പോയാൽ ഖദ്ദസല്ലാഹു സിർറ അവരും തരുന്നത് ആ ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതാണ്, ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ ഖബറിലേക്ക് താഴ്ത്തുന്ന നേരത്ത്, ഖബറിലേക്ക് ഇറക്കുന്ന നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും അവരെ അവരുടെ മയ്യത്ത് സ്വീകരിക്കുന്നത്. യാ റസൂലല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ള നമ്മുടെ കഫംപുട തൊട്ടാൽ രക്ഷപ്പെട്ടില്ലേ? ആ കഫംപുടയെ എങ്ങനെയാണ് ഖബർ ശിക്ഷിക്കുക? ഖബർ ആ കഫംപുടയെ എങ്ങനെയാണ് എല്ല് നുറുകുന്ന രീതിയിൽ ഇറുക്കി കൊണ്ടുപോവുക? അതെങ്ങനെ സാധ്യമാവുക? ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയെ, പോറ്റുമ്മയെ, അലി റളിയല്ലാഹുവിന്റെ ഉമ്മയും നബി തങ്ങളുടെ പോറ്റുമ്മയായിരുന്നല്ലോ ആ മഹദി. മഹദി മരണപ്പെട്ടപ്പോൾ തങ്ങളുടെ ഖമീസ് ധരിപ്പിച്ചു കൊടുത്തത് തന്നെ ഖബറിൽ ഇടുക്കാതിരിക്കാനാണ്, ഖബർ ശിക്ഷിക്കാതിരിക്കാനാണ്. എന്നതുപോലെ ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ നബി തങ്ങളായിരിക്കും ഖബറിൽ ഇറക്കുന്നത്. മാത്രമല്ല കിതാബിൽ കാണാം, അല്ലെങ്കിൽ അയാൾക്ക് ഖബറിൽ ചോദ്യത്തിന് ഉത്തരം വരെ പറഞ്ഞു കൊടുക്കും. എത്ര ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര എളുപ്പത്തിലാവും ഈ സ്വലാത്ത്. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. വലിയ പ്രതിഫലം. മഗ്രിബിന് ശേഷം ഈ സ്വലാത്ത് 7 തവണ ചൊല്ലിയാൽ സുബ്ഹി വരെ ഇബാദത്തെടുത്ത പ്രതിഫലം. സുബ്ഹി വരെ 1.5 മിനിറ്റ് കൊണ്ട് 12 മണിക്കൂർ ഇബാദത്തെടുത്ത കൂലി കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ഓഫർ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് നമ്മളത് നഷ്ടപ്പെടുത്തുന്നത്? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും കാത്ത് നമുക്കിരിക്കാം. ഇമാമിങ്ങൾക്ക് അങ്ങനെ വന്നതായി എത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുഖാരി ഇമാമിന്റെ ചരിത്രം പറഞ്ഞില്ലേ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് തങ്ങൾ ഇപ്പോഴും പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് ഹുളൂറു സ്വാലിഹിൽ മയ്യത്തി. നല്ലവര് മരിച്ചാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കും, ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കും. നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ് ശുദ്ധിയാണെങ്കിൽ സ്വപ്നത്തിൽ കാണാനും ഉണർച്ചയിൽ കാണാനും സാധ്യമാവും. അതിന്റെ തെളിവുകളാണല്ലോ ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റാത്തത്? അത് നമ്മൾ പഠിക്കണമല്ലോ. എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നതും നമ്മൾ പഠിക്കണം. ഒന്നാമത്തത്, അഖീദയിൽ അപകടം പറ്റിയാൽ, വിശ്വാസത്തിൽ അപകടം പറ്റിയാൽ പിന്നെ അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഡിസ്കണക്ട് ആവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിദ്അത്തുകാരന് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടൂല. ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് എല്ലാവർക്കും ഹൗദുൽ കൗസർ കോരിക്കൊടുക്കാൻ തങ്ങൾ ശ്രമിക്കുമ്പോൾ തങ്ങളോട് ചിലരെ പരിചയപ്പെടുത്തി മലക്കുകൾ വന്ന് പറയും, തങ്ങളെ അവർക്ക് കൊടുക്കേണ്ടതില്ല, അവര് തങ്ങളുടെ കാലശേഷം പല പല പുത്തൻ വാദങ്ങൾ ഉണ്ടാക്കിയവരാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന ഗണത്തിലാണ് ഇവർ പെടുന്നത്. അല്ലാഹുവേ, നമ്മളെയും ഖിയാമത്ത് വരെയുള്ള പരമ്പരയും വിദഅത്തിന്റെ ഷർറിൽ നിന്ന് കാക്കണേ റഹ്മാനെ. നമുക്കൊന്നും അമലില്ലെങ്കിലും ആകെ പ്രതീക്ഷ നമ്മൾ സുന്നികളായി എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഖൽബിൽ റസൂലുള്ള രാജാവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അമലൊന്നുമില്ല എന്നുള്ള ഉറപ്പാ. എന്താ അമല്? പക്ഷെ നമുക്ക് ഒരമലുണ്ട്. നമ്മുടെ ഖൽബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ നേതാവാണ്. ആ തങ്ങളെ മാതാപിതാക്കൾ നരകത്തിലാണെന്നും ആ തങ്ങൾ ഡെയിലി 100 തെറ്റ് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്ന പുത്തൻവാദികളിൽ നമ്മെയോ പരമ്പരയോ ഖിയാമത്ത് വരെ പെടുത്തല്ല റഹ്മാനെ. വിവരം കൂടുമ്പോൾ, സമ്പത്ത് കൂടുമ്പോൾ പുത്തൻവാദത്തിലേക്ക് പോകുന്ന എത്ര ആൾക്കാരുണ്ട്. ഗൾഫിലേക്ക് പോകുമ്പോൾ ചൊല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോഴേക്ക് ഷിർക്കാവുന്ന കാലം, 4 ചില്ലറ കിട്ടുമ്പോഴേക്ക് ബിദ്അത്തിലേക്ക് പോകുന്ന കാലം, ബിഎഡും സെറ്റും നെറ്റൊക്കെ പഠിച്ച് അല്പം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആകുമ്പോഴേക്ക് ബിദ്അത്തിലേക്ക് പോയി താടി നീട്ടിക്കൊണ്ടുവരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. റബ്ബേ, നമ്മെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സ്ഥിരമായി ഹദ്ദാദ് ചൊല്ലിയാൽ ബിദ്അത്തിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാം. കുടുംബത്തെയും അഥവാ അഹ്ലുകാരെയും ആ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തണം. ഹദ്ദാദ് റാത്തീബ് പതിവാക്കിയാൽ ബിദ്അത്തിന്റെ ഷർറ് ഉണ്ടാവില്ല, ആഖിബത്ത് മോശമാവില്ല. ഹദ്ദാദിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. അപ്പോ ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം കുറയണ, ഡിസ്കണക്ഷൻ ഉണ്ടാവുന്നത് ബിദ്അത്തിന്റെ ഷർറ് അവർക്ക് കൂടിയാലാണ്. ബിദ്അത്തിന്റെ ഷർറുണ്ടായാൽ ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് അവരെ ബുഅദൻ ബുഅദ സുഹ്കൻ സുഹ്ക ആട്ടി ഓടിക്കപ്പെടും. ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ തദ്കിറയും മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ അൽ ഫതാവൽ ഹദീസിയൊക്കെ ആ കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും എല്ലാവർക്കും ഹൗദുൽ കൗസർ കൊടുക്കാനാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂതി. പക്ഷേ സുന്നത്തിനെ പരിഹസിച്ച് ബിദ്അത്തിന്റെ ഷർറിൽപ്പെട്ടവരെ മലക്കുകൾ പറഞ്ഞ് ആട്ടും എന്ന് കിതാബുകളിൽ കാണാം. വിശ്വാസം, അതാണ് ഒന്നാമത് ക്ലിയർ ആവേണ്ടത്. കർമ്മങ്ങളിൽ അബദ്ധം പെടുന്നേക്കാം, വിശ്വാസം ക്ലിയർ ആയിരിക്കും. സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ. അവരുടെ അദബ്, അവരുടെ മഹബത്ത്, അവരുടെ ഈമാൻ. യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രായം കൊണ്ട് മൂത്ത ആൾക്കാര് സ്വഹാബത്തിൽ എത്ര പേരുണ്ടായിരുന്നു? നബി തങ്ങളെക്കാൾ പ്രായമുള്ള എത്ര ആൾക്കാരുണ്ടായിരുന്നു? ധാരാളം പേരില്ലേ? അവരോട് പോലും എന്താ ഖുർആനിന്റെ ഭാഷ ഉണ്ടായിരുന്നത്? എന്താണ് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകിയേക്കുന്നത്? എന്താണ് അവരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞേക്കണത്? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. മുത്തുനബി തങ്ങളുടെ മുമ്പിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. എന്താ ശബ്ദം ഉയർത്തിയാൽ ഉണ്ടാവുക? അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തഷ്കുറൂൻ. നിങ്ങളുടെ അമലുകളെല്ലാം നിങ്ങൾ അറിയാത്ത രീതിയിൽ പൊളിഞ്ഞു പോകും. കള്ളു കുടിച്ച ഹറാമേ ഉള്ളൂ. അതിനെ ചെറുതാക്കല്ല, വിഷയത്തിന്റെ ബോധ്യപ്പെടുത്തലിന് വേണ്ടി പറയാണ്. വ്യഭിചരിച്ച ഹറാം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ശബ്ദം ഉയർത്തിയാൽ ഇന്നേ വരെ ചെയ്ത അമൽ പൊളിഞ്ഞു പോകും. കണ്ടോ? ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നേരെ വിളിക്കാൻ പറ്റുമോ? നേരെ പേര് വിളിക്കാൻ പറ്റുമോ? ലാ തജ്അലു ദുആ റസൂൽ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ഖദുആഇ ബഅദികും ബഅദ, പരസ്പരം വിളിക്കുന്നത് പോലെ നിങ്ങൾ വിളിക്കരുത്. വിളിക്കാൻ പറ്റുമോ? ഇല്ല. അത് മലയാള പാട്ടിലായാലും ശരി, അല്ലെങ്കിലും തങ്ങളുടെ പേര് നേരെ തഅളീമില്ലാത്ത രീതിയിൽ വിളിക്കാൻ പാടില്ല. ഒരു നിലക്കും വിളിക്കാൻ പാടില്ലെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ നിലപാട്. ഇനി അപ്പുറത്തോ ഇപ്പുറത്തോ തഅളീമിന്റെ ബഹുമാനത്തിന്റെ വല്ല വാക്കുണ്ടെങ്കിൽ ഓക്കെ,
കുഴപ്പമില്ല എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ രേഖപ്പെടുത്തൽ. വിശുദ്ധ ഖുർആനിൽ യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം എന്നൊക്കെ ഉണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അല്ലാഹു വിളിക്കണില്ല. കണ്ടോ? വിളിച്ചാൽ, ശബ്ദമുയർത്തിയാൽ യഥാർത്ഥത്തില് ഖുർആനില് അമല് പൊളിഞ്ഞു പോകുന്ന പറഞ്ഞ വേറൊരു സംഗതിയാണ് ഉള്ളത്. അതേതാ? ശിർക്ക് ചെയ്താൽ ഇപ്പൊ ഒരാള് മുർത്തദ്ദായി, മുശ്രിക്കായി, അപ്പോൾ അയാൾ ചെയ്ത അമലുകളെല്ലാം പൊളിയും, അല്ലെ? അമല് പൊളിയെന്ന് പറഞ്ഞ ഒരു സന്ദർഭം അതാണ്. മറ്റൊരു സന്ദർഭം ഇവിടെയാണ്. അവിടുത്തെ സദസ്സിൽ നിന്ന് ശബ്ദമുയർത്തിയാൽ പിന്നെ അമല് പൊളിഞ്ഞു പോകും. അതാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനം. അതുണ്ടാവണം, ഖൽബ് ശുദ്ധിയാവണം, വിശ്വാസം ക്ലിയർ ആവണം. സ്വഹാബത്തിന്റെ വിശ്വാസം ആമിനു കമാ ആമനന്നാസ്. സ്വഹാബത്ത് എങ്ങനെയാണ് റസൂലുള്ളാഹിനെ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഖുർആൻ. അപ്പോൾ ആ കാലത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞു, മുനാഫിഖുകൾ പറഞ്ഞു, അനുഅ്മിനു കമാ ആമന സുഫാ. വിഡ്ഢികളെ വിശ്വസിച്ച പോലെ വിശ്വസിക്കാനോ? സുന്നികളെ ഈ കാലത്തെ ആൾക്കാർ പറയില്ല. ഇപ്പൊ മാധ്യമ പത്രത്തിന് ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ പൊങ്കാല എഴുതിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നബിദിന എന്ന് പറഞ്ഞാല് അവരുടെ തൗഹീദ് പൊളിയും. കണ്ടില്ലേ? കുറച്ച് വിദ്യാഭ്യാസം കൂടുമ്പോ അവർക്ക് വരുന്ന ഒരു സംഗതിയാണ്. അവരുടെ ഒരു ആശയത്തിന്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാല്, സുന്നികളെ അവരെ ആക്ഷേപിക്കുന്നത് വ്യക്തി പൂജക്കാർ എന്നാണ്. വ്യക്തി പൂജക്കാർ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ഇങ്ങനെ വ്യക്തികളെ പൂജിക്കുന്നവർ എന്നാണ്. ഈ ആശയത്തിന്റെ പൂജക്കാരായി ഇവരോട് നമുക്ക് വെറുതെ ഒരു കാര്യം ചോദിക്കാം. അവരാണല്ലോ ആശയത്തിന്റെ ആൾ. ഓ ആശയ പൂജക്കാരെ, നിഷ്പക്ഷമായിട്ട് ഇപ്പൊ അള്ളാഹു പല കാര്യങ്ങളും മുഷാവറ നടത്തിയിട്ടാണല്ലോ നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അള്ളാഹ് തന്നെ അത് ഫസ്റ്റ് കാണിച്ചു തന്നു. മനുഷ്യന്മാരായ നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകളെയൊക്കെ വിളിച്ചിട്ട് അള്ളാഹു മുഷാവറ നടത്തി. നമ്മൾ മനുഷ്യന്മാരെന്ന ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹു പറയണ എനിക്ക് കുറച്ച് പ്രതിനിധികളെ ഞാനിങ്ങനെ ഭൂമിയിലേക്ക് അയക്കാണ് മലക്കളോട്. മലക്കൾ അതിനെ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് നമുക്കറിയാം. അപ്പൊ മുഷാവറ നടത്താറുണ്ട്. ഇതേപോലെ ഈ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ടീമിനൊക്കെ വിളിച്ചിട്ട് അള്ളാഹ് മുഷാവറ നടത്തിയെന്ന് വിചാരിക്കും. എന്ത്? വ്യക്തി പൂജക്കാരായ നമ്മളോട് നടത്താതെ ആശയ പൂജക്കാരായ ഇവരെ വിളിച്ചിട്ട് വെച്ച് ഞാനിങ്ങനെ മനുഷ്യന്മാർക്ക് ഒരു നിസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. എന്താ നിങ്ങളെ അഭിപ്രായം? നല്ലതാണ്, നിസ്കാരം ഉണ്ടാവണം. എന്താ വെച്ചാൽ അവര് വെറുതെ നടക്കണ്ടാവോ? ഓരോ 5 വക്ത് സമയത്ത് കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ നിസ്കരിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ലത്. അതിന്റെ തുടക്കമൊക്കെ ഭയങ്കര സംഗതി. കാരണം നീ വലിയവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫാത്തിഹയൊക്കെ ഓതുമ്പോ നിന്നോട് മാത്രമാണ് ആരാധന എന്നൊക്കെയുള്ള ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയില് അള്ളഹാനോട് അവര് പറയും, അതിന്റെ ഇടയില് പിന്നെ അസ്മി അല്ലാഹുൽ ലിമൻ ഹമിദന്റെ ആണ് അല്ലാഹു അക്ബർ തന്നെ ആദ്യം ഉണ്ടായതുപോലെ മതിയായിരുന്നു. കാരണം അസ്മി അല്ലാഹു ലിമൻ ഹമിദ വന്നത് നേരത്തെ അല്ലാഹു അക്ബർ ആയിരുന്നു. ഒരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജമാഅത്ത് കിട്ടുമോ എന്നുള്ള പേടിച്ചിട്ട് ഇങ്ങനെ വളരെ ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് നബി തങ്ങൾ റുക്കൂയിൽ കണ്ടത്. അത് കിട്ടിയ സ്ഥലത്ത് നിന്ന് അവിടുന്ന് കൈകെട്ടിയിട്ട് വേറെ റുക്കൂയിലേക്ക് പോയി. അപ്പൊ മനസ്സിൽ അൽഹംദുലില്ലാ എനിക്ക് ജമാഅത്ത് കിട്ടി, മിസ്സായില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞ് പോയിട്ട് റസൂലുള്ളാഹിനോട് പറയും, സമി അല്ലാഹു ലിമൻ ഹമിദഹു. അള്ളാഹുവിനെ മനസ്സിൽ സ്തുതിച്ച ആളെ ഹംദ് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. സിദ്ദീഖങ്ങളെ നിങ്ങളെ ഹംദ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി മുതൽ അത് പറയാൻ പറയുന്നു. അപ്പൊ അത് പറയുമ്പോ അല്ലാഹ് ഒരു വ്യക്തി പൂജ വരോന്നൊരു സംശയം. കാരണം സിദ്ദീഖ് എന്നവർ ഓർക്കലയിൽ വരൂലേ? ആ പോട്ടെ, ചെറുതല്ലേ. പിന്നെ ആ അത്തഹിയാത്തിന്റെ സമയത്ത് സഹിക്കൂല അല്ലാഹ്. എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബി, തനി വ്യക്തി പൂജ. ഇതാണല്ലോ ഇവർക്ക്. ഈ ചങ്ങായിക്ക് നിസ്കരിക്കാൻ എന്താ അർഹതയുള്ളത്? ഇവർക്കെന്ത് നിസ്കാരം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ആശയത്തിനല്ല ഒന്നാമത്തെ പ്രധാനം. ഖുർആൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചോ? മുത്തുനബി ഇറങ്ങി, മതി ഇസ്ലാമിന്. മുത്തുനബി ഇറങ്ങിയിട്ടില്ല, ഖുർആന്റെ കുറെ കോപ്പി ഇറങ്ങി. ആരെ പഠിപ്പിച്ചെടുത്ത്? സ്വഹാബത്തിന്റെ കാലത്ത് എത്ര മുസാഫകൾ ഉണ്ടായിരുന്നേ? ലോകത്ത് 6 കോപ്പികളെ ഉസ്മാൻ തങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. അന്ന് പള്ളിയിൽ കയറുന്നവരെല്ലാം മുത്തക്കിങ്ങളായിരുന്നു. ഇന്ന് 6000 കോപ്പികളില്ലേ? ആരാ തഖ്വ ഉള്ളവര്? ആർക്കാ തഖ്വ കൂടുതലുള്ളവര്? ആലോചിച്ചു നോക്കൂ. ഇസ്ലാം എങ്ങനെയാ ഇവിടെ വന്നത്? ഇസ്ലാം വ്യക്തികളെ കൊണ്ട് തന്നെയല്ലേ വന്നത്? എന്താണ് ഖുർആൻ പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഖുർആൻ മുറുകെ പിടിക്കണമെന്നോ? അല്ല, ഫത്തബിഉനി, എന്നെ നിങ്ങൾ പിന്തുടരണം, എന്നെ വ്യക്തിയെ. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. സ്വല്ലു നിങ്ങൾ നിസ്കരിക്കണം. കമാ റഅയ്തുമൂനി, എന്നെ നിങ്ങൾ എങ്ങനെയാണോ കണ്ടത്, ഉസല്ലി നിസ്കരിക്കുന്നതായിട്ട് അതുപോലെ.
ഇതാ ഇസ്ലാം. ഈ വിശ്വാസത്തിൽ നിന്ന് പിഴച്ചാൽ പിന്നെ പരലോകത്ത് പരാജയം. റബ്ബ് കാക്കട്ടെ. ഇപ്പൊ ആദർശ ക്ലാസ് അല്ല, ആ ഭാഗത്തേക്ക് കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഒന്നാമത്തത് വിശ്വാസം ക്ലിയർ ആയിരിക്കണം, എന്നാലേ മഹബത്ത് ഉണ്ടാവുള്ളൂ. ബിദ്അത്തുകാർക്ക് എന്ത് മഹബത്ത്? അവരുടെ ജാടകൾ, അവരുടെ പ്ലാസ്റ്റിക് ഇസ്ലാമല്ലേ, അവർക്കിതൊന്നും കിട്ടൂല. ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, എന്നാലേ ഇസ്ലാം കിട്ടുള്ളൂ. എങ്ങനെയാ സ്വഹാബത്ത് വിശ്വസിച്ചത്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. സ്വഹാബത്തിന് എന്ത് പ്രശ്നം വന്നാലും, അവർക്ക് എന്ത് വിഷമം വന്നാലും ഓടിച്ചൊല്ലാനുള്ള നേതാവാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിഷമം വന്നാലും മുത്തുനബി, എന്റെ ഉമ്മ തങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്, എന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വരാൻ തങ്ങൾ ദ്വാരക്കോ നബിയെ. അബൂ ഹുറൈറ, എനിക്ക് ഹദീസ് കേട്ടിട്ടൊന്നും മെമ്മറിയിൽ നിൽക്കണില്ല നബിയെ, തങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം. അബൂ ഹുറൈറ കണ്ടോ, എന്റെ കാലിന് മുറിവേറ്റു നബിയെ ഖൈബറിൽ സലമത്ത് ബിൻ അക്വ തങ്ങൾ. എന്റെ കണ്ണ് അറ്റുപോയി, എന്റെ കണ്ണിങ്ങനെ കണ്ടാൽ എന്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് എന്നോട് പ്രയാസം തോന്നും. ഉഹദിൽ ഖതാദ റളിയല്ലാഹു അൻഹു, എന്റെ വാള് പൊട്ടി നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം. ഉക്കാശ റളിയല്ലാഹു അൻഹു കണ്ടോ, എന്റെ മോൻ എത്രയോ കാലമായി സംസാരിക്കുന്നില്ല. സ്വഹാബി വനിതകൾ എന്ത് പ്രശ്നം വന്നാലും ഇലാ ഹളറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ആള് എല്ലാവരുടെയും പ്രശ്നം തീർത്തു കൊടുക്കും. വെള്ളം വേണമെങ്കിൽ വെള്ളം, ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം, എല്ലാം. ആലോചിച്ച് നോക്കിയ മുഅ്മിനീങ്ങളെ, അതാണ് നമ്മുടെ വിശ്വാസം. ആദ്യം ക്ലിയർ ആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ ഇത് തന്നെ കുറെ വിശദീകരിക്കേണ്ടതാണ്. ഇന്ന് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് 2-3 കാര്യങ്ങൾ ധൃതിയിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റാത്തതിന്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണ് കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് കറുത്തുപോയതുകൊണ്ട്, മങ്ങിപ്പോയതുകൊണ്ടാണ്. ആദ്യകാലത്ത് കാണാൻ പറ്റുന്നതൊന്നും ഹിസ്സിയായത് തന്നെ പിന്നീട് വയസ്സായാലും സാധാരണ മനുഷ്യന്മാർക്ക് കാണൂല. ഏറെക്കുറെ ആൾക്കാർക്ക് കണ്ണട വെച്ചിട്ടും പിന്നെ കാണാറില്ല. എന്നതുപോലെ കണ്ണിന് മങ്ങലേറ്റാൽ ബിൽ മഅസി, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കണ്ണിന് മങ്ങലേറ്റാൽ പിന്നെ റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധിയായ നേതാവാണ്. ലൈറ്റാണ്, ലൈറ്റ്. ഇപ്പൊ ഒരു കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചാൽ ആ ലൈറ്റ് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നത് കണ്ണാടി ടോപ്പായത് കൊണ്ടാണല്ലോ. എന്നതുപോലെ നമ്മുടെ കണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണമെങ്കിൽ നമ്മുടെ കണ്ണ് ടോപ്പാവണം. ഖൽബ് ഇങ്ങനെ കറുത്തു പോകും കണ്ണിലൂടെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമുകളില്ലാത്തൊരു ജീവിതം ഈ ഒരു സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. നമ്മുടെ സദസ്സിൽ പങ്കെടുക്കുന്നവർ തന്നെ ധാരാളം നിബിതങ്ങളെ കണ്ടവർ തന്നെ ഉണ്ട്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ കണ്ണ് തെറ്റില്ലാത്ത കണ്ണാവണം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരിക. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. മൂന്നാമത്തത്, നേരത്തെ അഖീദ ശരിയാവണം. 2, കണ്ണ് തെറ്റില്ലാത്ത കണ്ണാവണം. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടത്, ഖൽബ് സ്ഫുടം ചെയ്ത ഖൽബാവണം. ആരോടും വെറുപ്പോ വിദ്വേഷമോ അസൂയോ ഇല്ലാത്ത നല്ല ഖൽബിന്റെ ഉടമകളാവണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവരുടെ തൊപ്പി ഒരാൾ കട്ടുകൊണ്ടുപോയപ്പോൾ അവരുടെ പിന്നിൽ ഓടി. അയാൾ സ്പീഡ് കൂട്ടിയപ്പോൾ നവവി ഇമാം ധൃതി കൂട്ടി ഓടിയിട്ട് പറഞ്ഞു, ആ തൊപ്പി എനിക്ക് വേണമായിട്ടല്ല, മറിച്ച് ആ തൊപ്പി നിനക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ പൊരുത്തപ്പെടേണ്ട മോനെ, അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടി നിന്റെ പിന്നിൽ ഓടി വന്നതാണ്. അതിനാണ് ഞാൻ ഇത്ര ധൃതി പിടിച്ച് ഓടിയത്. ആ തൊപ്പി എന്റേതായതുകൊണ്ട് നീ ഉപയോഗിച്ചതുകൊണ്ട് ആഖിറത്തിൽ എന്നെ കൊണ്ട് മോനിക്ക് കുറ്റം കിട്ടണ്ട എന്നതുകൊണ്ടാണ്. എന്താണ് അവരുടെ ഖൽബിന്റെ ശുദ്ധി? മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രവും മുസ്ഹഫും ഒരു സ്ത്രീ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് മഅറൂഫുൽ ഖർഖി തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. നിനക്ക് ഖുർആൻ ഓതാൻ അറിയാം? ഇല്ല. വീട്ടുകാർക്കറിയാം? ഇല്ല. എങ്കിൽ മോളെ ആ ഖുർആൻ എടുത്തത് വേസ്റ്റ് ആവും. അതുകൊണ്ട് ആ ഖുർആൻ എനിക്ക് തന്നേക്ക്, വസ്ത്രം മോൾ ഉപയോഗിച്ചോളി, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. കട്ടുകൊണ്ടുപോയ ആൾക്കാരോട് അവര് കാണിച്ച ഒരു തഖ്വയുടെ ഇടപെടൽ കണ്ടോ? വീട്ടിൽ നിന്ന് അരി മോഷ്ടിക്കാൻ വേണ്ടി വന്ന കള്ളനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? റിഫായി ശൈഖിനെ കണ്ട ഉടനെ അയാൾ പെട്ടെന്ന് നെട്ടിപ്പോയി. റിഫായി ശൈഖ് പറഞ്ഞു, ഈ അരി എടുത്താൽ ഇതിന് പൊടിക്കാനും മെതിക്കാനൊക്കെ വേറെ ചെലവ് വരും, അതുകൊണ്ട് പൊടിച്ച അരി അവിടെ ചാക്ക് നിറയുണ്ട്, അതെടുത്തോളി. ആ കള്ളൻ നെട്ടിപ്പോയി. എന്താ ഇവര് പറയണത്?
അത് ഒരു ചാക്ക് നിറയെ അരി കൊടുത്ത് അയാൾക്ക് ഒരുപാട് കാലത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള അരി കൊടുത്തു, പൊടിച്ച അരി കൊടുത്തു. മാത്രമല്ല അത് നിനക്ക് ചുമക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചുമട്ട് തൊഴിലാളിയെ കൂലിക്ക് വേണ്ടി വിളിച്ച് അവരെ തോളിൽ വെച്ചു കൊടുത്തിട്ട് റിഫായ് ഷേഖും ഈ തൊഴിലാളിയും കക്കാൻ വേണ്ടി വന്ന ആളും കൂടി നടന്നു പോവുകയാണ്. ആ കക്കാൻ വന്ന ആളുടെ, മോഷ്ടിക്കാൻ വേണ്ടി ആ വന്ന ആളുടെ വീടെത്തിയപ്പോ റിഫായ് ഷേഖ് പറഞ്ഞു, പൊരുത്തപ്പെടണേ മോനെ. അപ്പൊ അയാള് വെച്ചു, എന്തിനാ ഉസ്താദെ ഞാൻ പൊരുത്തപ്പെടുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് കയറി, പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോ എന്നെ കണ്ടപ്പോൾ പൊടിച്ച അരി തന്നു, ചുമക്കാൻ ആളെ നിശ്ചയിച്ചു, ഇവിടെ വരെ എനിക്ക് നിങ്ങൾ കൂട്ടി നടക്കുകയും ചെയ്തു, എന്നിട്ടും നിങ്ങൾ ഇങ്ങോട്ട് പൊരുത്തപ്പെടണേ എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? റിഫായ് ഷേഖ് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ പെട്ടെന്ന് നീ എന്നെ കണ്ടപ്പോ ഒന്ന് നെട്ടിപ്പോയില്ലേ, മനസ്സിൽ അത് വിഷമായിട്ടുണ്ടാവൂലേ, ആഖിറത്തിലാവൊന്നും പറയല്ലേ മോനെ, കുറ്റക്കാരനാക്കല്ലേടാ, പൊരുത്തപ്പെടണേ. ആ സ്ഫുടം ചെയ്ത റിഫായ് ഷേഖ് റൗദയിലേക്ക് പോയിട്ട് തങ്ങളുടെ കൈ ഒന്ന് നീട്ടിത്തരുമോ എന്ന് ചോദിച്ചപ്പോ കൊടുത്തില്ലേ? ഖൽബ് ശുദ്ധിയായതുകൊണ്ടാണ്. ആരോടും വെറുപ്പുണ്ടാകാൻ പാടില്ല, സ്വത്ത് തർക്കം ഉണ്ടാകാൻ പാടില്ല, മീറ്റിങ്ങുകളിൽ വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ പാടില്ല. നല്ല സലീമായ ഖൽബാവണം, എന്നാലേ റസൂലുള്ളാഹിയായിട്ട് അടുക്കാൻ പറ്റൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുസ്താനുൽ വാഇലിൽ കാണാം, സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അയാളുടെ ഖൽബ് പ്രകാശിക്കും. ഖൽബ് പ്രകാശിക്കണമെങ്കിൽ തെറ്റില്ലാത്ത ജീവിതം ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കണം. അസൂയ, വെറുപ്പ്, അത്തരം ഇരുളുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് മൂന്നാമത്തത്. നാലാമത്തെ ഒരു കാര്യം, രണ്ട് ഭാഗത്തേക്കുള്ള ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ നിർത്തുന്നു. സ്വപ്നം കണ്ട മഹാന്മാരുടെ ഒക്കെ ചരിത്രം കൂടുതൽ പരിശോധിക്കുമ്പോൾ മദ്ഹ് പറഞ്ഞിട്ടോ മദ്ഹ് പാടിയിട്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടോ ആണ് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത്. ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ അദ്ദുറുൽ മൻദൂദിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മുബശ്ശിറാത്തുൻ മനാമിയ ലിമൻ അക്സറ മിനസ് സ്വലാത്തി വസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് നബി തങ്ങളെ സ്വപ്നം കണ്ട ഒരുപാട് സന്തോഷ വാർത്തകൾ. ഫീ ദിക്രി മനാമാത്തിൻ വനഹ്വിഹാ ലാ ബഅസ ബിൽ ഇശാറത്തി ഇലാ ബഅദിഹാ. ചില സംഭവങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ലിഅന്ന ഫീഹാ ഹസൻ ലിമൻ സമിഅഹാ, ഈ ചരിത്ര സംഭവങ്ങളെല്ലാം കേൾക്കുന്നവർക്ക് അലൽ ഇക്സാരി മിനസ് സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രചോദനാവുമല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാൻ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ് വറുഇയ ബഅദു സ്വാലിഹീൻ സൂറത്തൻ ഖബീഹത്തൻ ഫിന്നൗം, ചില സ്വാലിഹീങ്ങളിൽപ്പെട്ട ആൾക്കാര് മോശമായ ഒരു രൂപത്തെ സ്വപ്നത്തിൽ കണ്ടു. ഫഖാല ലഹ, ആ രൂപത്തോട് ഈ മഹാന്മാര് ചോദിച്ചു, മന്നന്തി, നീ ആരാടി? ഫഖാലത് സഫ, അവര് പറഞ്ഞു, ഈ മോശ രൂപത്തിൽ വന്നവര് പറഞ്ഞു, അന അമലുകൽ ഖബീഹ്, നിന്റെ ഒരുപാട് തെറ്റുകുറ്റങ്ങളാണ്. ഫഖാല ലഹ, അപ്പൊ ഈ മഹാന്മാര് ചോദിച്ചു, ഫബിമൻ നജാതു മിൻകി, നിന്നിൽ നിന്ന് എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുക? ഖാലത്, തെറ്റ് തന്നെ പറയാണ്, ബി കസറത്തി സ്വലാത്തി അലൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോഴാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. അഥവാ നമ്മുടെ ഖൽബ് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ, കണ്ണ് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് തെറ്റില്ലാത്ത ജീവിതം ഉണ്ടാക്കുമെന്ന ദൃഢപ്രതിജ്ഞയും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുള്ള ഒരു പെരുമാറ്റവുമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. വയുർവാ അന്ന മുസ്രിഫം മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽപ്പെട്ട കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരാൾ, ലമ്മ മാത്ത, അയാൾ മരണപ്പെട്ടപ്പോൾ, റമൗ ബിഹി, അയാളെ എല്ലാവരും കൂടി ഒഴിവാക്കി. ആരും അയാളെ കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ അയാളുടെ പേരിൽ ജനാസ കർമ്മങ്ങൾ നടത്താനൊന്നും ആരും നിന്നിട്ടില്ല. ഫഔഹല്ലാഹു ലി മൂസ അലാ നബിയിന വഅലൈഹി അഫ്ളലുസ് സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു വഹി അറിയിച്ചു, അൻ ഗസ്സിൽഹു വസല്ലി അലൈഹി, കുളിപ്പിക്കുകയും ജനാസസ്കരിക്കുകയൊക്കെ വേണം. ഫഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. ഖാൽ, അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, യാ റബ്ബി വബിമ ദാലിക, എങ്ങനെയാണ് അയാൾക്ക് സാധിച്ചത്? അങ്ങനെ അയാൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ചത് കൊണ്ടല്ലേ ജനങ്ങളാരും അയാളെ തിരിഞ്ഞു നോക്കാത്തത്? അതിന് അള്ളാഹു പറഞ്ഞത്, ഖാല ഇന്നഹു ഫതഹ തൗറാത്ത യൗമൻ, അയാൾ നിങ്ങൾക്ക് ഇറക്കപ്പെട്ട തൗറാത്ത് ഒരു ദിവസം തുറന്നു നോക്കിയപ്പോൾ ഫവജദ ഫീഹ ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അവിടെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. ഫസ്വല്ലാ അലൈഹി, ആ പേര് വന്നപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാൾ ഒരു സ്വലാത്ത് ഇല്ലേ. ഫഗഫർതു ലഹു ബിദാലിക, ആ ഒരു സ്വലാത്ത് കാരണത്താൽ അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഒരു വായനക്കിടയിൽ വന്ന സ്വലാത്ത് കൊണ്ട്
അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റും പുറത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോമിനീങ്ങളെ സ്വലാത്ത് കൊണ്ട് അള്ളാഹ് കൊടുക്കുന്ന ബറക്കത്ത് എന്തായിരിക്കും? എത്ര സംഭവങ്ങളാണ് ഇതിനെ ഉപോത്ഭകമായി മഹാനായി ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയേക്കുന്ന ധാരാളം സംഭവങ്ങൾ. അങ്ങനെ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലി മദ്ഹുകൾ പറഞ്ഞ് മദ്ഹുകൾ പാടി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിലും ഖൽബിലും കിനാവിലും നിലവിലുമെല്ലാം കാണുന്നവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.